നമസ്കാരം. ആശാ ഷോർട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാൻ എങ്ങനെയാണ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, അത്യാവശ്യം കാണേണ്ട കാര്യങ്ങളൊക്കെ കാണിക്കാൻ ശ്രമിക്കാം. ഒരു സീരിയൽ അല്ലെങ്കിൽ സിനിമ ഷൂട്ടിംഗ് പോലെ വളരെ വിശാലമായ സെറ്റപ്പുകളൊന്നും ഇല്ല. ചെറിയ യൂട്യൂബേഴ്സിന് എങ്കിലും അവർ ചെയ്യുന്ന എല്ലാ പ്രൊസീജിയേഴ്സും ചെറിയ രീതിയിൽ നമ്മളും ചെയ്യേണ്ടത് ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ ചെറുതായിട്ടുള്ള ഒരു വിവരണം തരാൻ ശ്രമിക്കാം ഇന്നത്തെ വീഡിയോയിൽ. ഇപ്പോൾ കാണുന്നത് എൻ്റെ ഷൂട്ടിംഗ് ഏരിയ ആണ്. നല്ല വെളിച്ചം അത്യാവശ്യമാണ്. വെളിച്ചം രാവിലെ 11 മണി സമയത്താണ് ഞാൻ സാധാരണയായി വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ആ സമയത്ത് നന്നായിട്ട് വെട്ടം കാണും ഈ മുറിക്കുള്ളിൽ. എൻ്റെ നേരെ മുന്നിലായി ഞാൻ ഒരു ട്രൈപോഡ് വെച്ചിട്ടുണ്ട്. ആ ട്രൈപോഡ് വഴിയാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ട്രൈപോഡിൻ്റെ മുകളിലായിട്ട് ഞാനവിടെ ക്യാമറ സെറ്റ് ചെയ്ത് വെക്കും. അതാണ് എൻ്റെ ഷൂട്ടിങ്ങിൻ്റെ പ്രധാന ഉപകരണം. ഒരു ലൈറ്റിന് വേണ്ടിയിട്ട് ഈ ഒരു ജനലയാണ് ഉപയോഗിക്കുക. ആ ജനല വഴി ലൈറ്റ് നന്നായിട്ട് വരും. പകൽ സമയമായതുകൊണ്ട് കതക് അടച്ചിട്ടിരിക്കും, ജനലയും അടച്ചിട്ടിരിക്കും. സൗണ്ട് ഡിസ്റ്റർബൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജനല അടച്ചിട്ടിരിക്കുന്നത്. സാധാരണയായി സൗണ്ട് ഡിസ്റ്റർബൻസ് അധികമായി വരാറില്ല. അത് കാരണം ഞാൻ മൈക്ക് യൂസ് ചെയ്യാറില്ല. പിന്നീട് എനിക്ക് ഒരു ലൈറ്റ് ഉണ്ട്. അത് ഇവിടെയാണ്. മുകൾ വശത്തായി ഒരു ലൈറ്റ് ഉണ്ട്. അത് LED ലാമ്പാണ്. LED ലാമ്പ് തന്നെ നമുക്ക് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ കുറേ അധികം പൂക്കളും ഒക്കെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യമുള്ള പൂക്കളൊക്കെ പല സന്ദർഭങ്ങളിലായി എടുത്ത് ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും, കാണുവാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒരു പൂവുണ്ട്. അത് ഏതെങ്കിലുമൊക്കെ പൂവ് എടുത്ത് മാറ്റി മാറ്റി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ വെച്ചിരിക്കുന്നതാണ്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ വെക്കുന്നത്. സൗണ്ടിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകമായി ഒരു